നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പാണല്ലേ ആറ്റുകാൽ പൊങ്കാല. അങ്ങനെ ഇത്തവണ പൊങ്കാലയിടാൻ എനിക്കും ഭാഗ്യം കിട്ടി. ലക്ഷോപലക്ഷം സ്ത്രീജനങ്ങളാണ് വ്രതശുദ്ധിയോടെ വന്ന് നമ്മുടെ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. 2:30 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഈ സ്പോട്ട് എത്തിയോണ്ട് അട്ടക്കുളങ്ങര സ്കൂളിനുള്ളിലാണ് അടുപ്പ് കൂട്ടിയത്. അടുപ്പെല്ലാം കൂട്ടി വെച്ച ശേഷം നമ്മൾ കലമൊക്കെ മേടിക്കുമ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് കലമൊക്കെ മേടിക്കുന്നത്. അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് മണ്ടപ്പിന് തിരളിക്ക് വേണ്ടതെല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പണ്ടാരടുപ്പ് തീ കൊളുത്തറി. പണ്ടാരടുപ്പിൽ കത്തിക്കുന്ന തീയാണ് പകർന്ന് നമ്മുടെ അടുപ്പുകളിലേക്ക് എത്തുന്നത്. പൊങ്കാല അടുപ്പ് തീ പകർന്നാൽ പിന്നെ നമ്മുടെ നഗരം ഒരു യാഗശാലയായിട്ട് മാറും. ചുറ്റും പുകയും തീയും ചൂടും ഒക്കെ ആയിട്ട്. എന്നാലും പൊങ്കാല ഇടാമെന്ന് നമ്മളെ ഒന്നും തന്നെ ആ തീ തളർത്തില്ല. അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ആഹാരം കഴിക്കാം. അങ്ങനെ ചോറൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ച ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എത്ര വിദേശികളാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിയതെന്ന് കണ്ടത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ അമ്പലത്തെ അറിയപ്പെടുന്നത്. അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് പൊങ്കാലയിട്ട് അത് നടക്കുമെന്നാണ് ഒരു വിശ്വാസം മാത്രമല്ല അനുഭവവും. അങ്ങനെ ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് 2:15 അമ്പലത്തിൽ നിന്ന് പോറ്റി വന്നത് പൊങ്കാല നീതിച്ചാൽ നമുക്കൊക്കെ വീട്ടിൽ പോകാം. അപ്പോൾ എല്ലാവരും അതിനുള്ള കാത്തിരിപ്പാണ് എടുത്തത്. അങ്ങനെ നമ്മുടെ നേദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോയി. ഇനി അടുത്ത ഒരു കൊല്ലത്തിൻ്റെ കാത്തിരിപ്പാണല്ലേ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട്. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പാണല്ലേ ആറ്റുകാൽ പൊങ്കാല. അങ്ങനെ ഇത്തവണ പൊങ്കാലയിടാൻ എനിക്കും ഭാഗ്യം കിട്ടി. ലക്ഷോപലക്ഷം സ്ത്രീജനങ്ങളാണ് വ്രതശുദ്ധിയോടെ വന്ന് നമ്മുടെ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. 2:30 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഈ സ്പോട്ട് എത്തിയോണ്ട് അട്ടക്കുളങ്ങര സ്കൂളിനുള്ളിലാണ് അടുപ്പ് കൂട്ടിയത്. അടുപ്പെല്ലാം കൂട്ടി വെച്ച ശേഷം നമ്മൾ കലമൊക്കെ മേടിക്കുമ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് കലമൊക്കെ മേടിക്കുന്നത്. അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് മണ്ടപ്പിന് തിരളിക്ക് വേണ്ടതെല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പണ്ടാരടുപ്പ് തീ കൊളുത്തറി. പണ്ടാരടുപ്പിൽ കത്തിക്കുന്ന തീയാണ് പകർന്ന് നമ്മുടെ അടുപ്പുകളിലേക്ക് എത്തുന്നത്. പൊങ്കാല അടുപ്പ് തീ പകർന്നാൽ പിന്നെ നമ്മുടെ നഗരം ഒരു യാഗശാലയായിട്ട് മാറും. ചുറ്റും പുകയും തീയും ചൂടും ഒക്കെ ആയിട്ട്. എന്നാലും പൊങ്കാല ഇടാമെന്ന് നമ്മളെ ഒന്നും തന്നെ ആ തീ തളർത്തില്ല. അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ആഹാരം കഴിക്കാം. അങ്ങനെ ചോറൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ച ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എത്ര വിദേശികളാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിയതെന്ന് കണ്ടത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ അമ്പലത്തെ അറിയപ്പെടുന്നത്. അമ്മയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് പൊങ്കാലയിട്ട് അത് നടക്കുമെന്നാണ് ഒരു വിശ്വാസം മാത്രമല്ല അനുഭവവും. അങ്ങനെ ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് 2:15 അമ്പലത്തിൽ നിന്ന് പോറ്റി വന്നത് പൊങ്കാല നീതിച്ചാൽ നമുക്കൊക്കെ വീട്ടിൽ പോകാം. അപ്പോൾ എല്ലാവരും അതിനുള്ള കാത്തിരിപ്പാണ് എടുത്തത്. അങ്ങനെ നമ്മുടെ നേദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോയി. ഇനി അടുത്ത ഒരു കൊല്ലത്തിൻ്റെ കാത്തിരിപ്പാണല്ലേ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായിട്ട്.